അന്ന് നിങ്ങൾ വിജയിച്ചത് വെറും ഒരു ഗോളിനാണ്. നിങ്ങൾക്ക് വേണ്ടി വിജയ ഗോൾ നേടിയ അഡ്രിയാൻ ലൂണ ഇന്ന് കളിക്കളത്തിലുമില്ല. പിന്നെ സൂപ്പർ കപ്പിലെ ഞങ്ങളുടെ ആവേശം നിങ്ങൾ കണ്ടത് തന്നെയാണല്ലോ. മറ്റൊരു കാര്യം കൂടെ പറയാം, ഇത് നിങ്ങളുടെ കൊച്ചിയല്ല, കലിംഗയാണ്. പ്രതികാരങ്ങൾ തീർക്കാൻ റെഡിയായി നിൽക്കുന്ന കലിംഗ. ശരിയാണ്, ഞങ്ങളിലെ പലരും ഇന്ന് കളിക്കളത്തിലില്ല. കളി നടക്കാനിരിക്കുന്നത് ഞങ്ങളുടെ തട്ടകത്തിലുമല്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളിലെ ആളക്കുറവ് കണ്ടുകൊണ്ട് കളി കൈക്കലാക്കാമെന്ന് കരുതി നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. കാരണം ഈ മഞ്ഞക്കുപ്പായക്കാർ അങ്ങനെയാണ്. ഒരാൾ വിടവാങ്ങിയാൽ അതുപോലെ ഒരെണ്ണത്തിനെ ഞങ്ങൾ കൊണ്ടുവരും. കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ഒഡീഷ FC. അങ്ങനെ ISLൻ്റെ രണ്ടാം വാരം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നല്ല, സ്റ്റാർട്ട് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കളിയാണ്. സോ ഒഡീഷ FCക്കെതിരെയായിട്ടാണ് മത്സരം നടക്കുന്നത്. രണ്ട് ടീമിൻ്റെയും കുറച്ച് കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പ്രിഡിക്ഷൻ ലൈനപ്പും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രതികാരം എന്നോണം കലിംഗയിലാണ് മത്സരം നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രതികാരം വീട്ടാനായിട്ടായിരിക്കണം ഒഡീഷ FC കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അവർക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്രിയാൻ ലൂണ ആൻഡ് അറ്റ് ലാസ്റ്റ് ക്വാമി പെപ്ര, നമ്മുടെ രണ്ട് താരങ്ങളും, അതായത് വിദേശ താരങ്ങളായിട്ടുള്ള മികച്ച താരങ്ങളായിട്ടുള്ള രണ്ട് താരങ്ങളും കളിക്കളത്തിലില്ല എന്നുള്ളതാണ്. പെപ്ര സൂപ്പർ കപ്പിലെ പരിക്ക് പറ്റിയിട്ട് പുറത്തു പോയിട്ടുണ്ട്. സോ അത് നമുക്കൊരു തിരിച്ചടിയാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചടികളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. സോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അതിജീവനമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിപിൻ ആൻഡ് ജിക്സൺ, ഈ രണ്ട് താരങ്ങളും മടങ്ങി വന്നിട്ടുണ്ട്. ഒരു കിടിലം പെർഫോമൻസ് തന്നെ ഒഡീഷ FCക്കെതിരെയായിട്ട് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ആരാധകർ മൊത്തം. ഇനി സൂപ്പർ കപ്പ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആദ്യ മത്സരത്തിൽ വിജയിച്ചെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിലും ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. മറുഭാഗത്തുള്ള ഒഡീഷ FC ആണെങ്കിൽ ഫൈനൽ വരെ മത്സരിച്ചിട്ടുണ്ട്, ഫൈനലിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. സോ അവർക്കൊരു പ്ലസ് പോയിൻ്റാണ്, നമുക്കൊരു മൈനസായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു പേടിയുള്ള രീതിയിൽ ഇങ്ങനെ എടുക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം, ഫെഡോർ ആൻഡ് ജസ്റ്റിൻ, ഈ രണ്ട് താരങ്ങളെ നമ്മൾ കളിക്കളത്തിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫെഡോർ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ലൂണയുടെ പകരക്കാരനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ആദ്യ മത്സരത്തിൽ ഇറങ്ങുമോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതായി തന്നെ ഉണ്ട്. അതുപോലെ ജസ്റ്റിൻ എന്ന് പറയുന്നത് ഗോകുലത്തിൽ നിന്നും നമ്മൾ റീകോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള താരം തന്നെയാണ്. പെപ്രയുടെ പകരക്കാരനായിട്ടാണ് താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ഒരുപാട് വിദേശ താരങ്ങളെയും നമ്മുടെ ഇന്ത്യൻ താരങ്ങളെയും നഷ്ടപ്പെട്ട ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫെഡോർ കളിക്കാനായിട്ട് സാധ്യതയില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറയാനായിട്ടുള്ളത്, നമ്മുടെ ഫെഡോറിൻ്റെ വൈഫ് ഈ 2-3 ദിവസം മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ടായിരുന്നു, എന്തോ വൈറസ് ബാധിതമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറി. അതുകൊണ്ട് തന്നെ ഫെഡോർ കളിക്കാനായിട്ട് സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആദ്യ മത്സരത്തിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ ജസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റിൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും ഈ പ്ലെയർ കളിക്കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സക്കായിക്ക് ഫസ്റ്റ് ഹാഫിൽ ചാൻസ് കിട്ടാനും സാധ്യത കൂടുതലാണ്. ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മൾ മറ്റൊരു ഇതിലേക്ക് വരുമ്പോൾ, ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന നമ്മുടെ താരം ഈ ഒരു കളിയിലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ദിമിത്രിയോസിന് കൂടെ. ഇനി നമ്മൾ ഒഡീഷ FCയുടെ അടുത്തേക്ക് പോകുമ്പോൾ, അവരവസാനമായിട്ട് കളിച്ചിട്ടുള്ളത് ഒരു ഫൈനലാണ്, സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ. നിർഭാഗ്യം കൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന രീതിയിലാണ് ആ ഒരു ഫൈനൽ അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത്. ഫൈനൽ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് മിഡ്ഫീൽഡർ ആൻഡ് ബെസ്റ്റ് ഗോൾ കീപ്പർ ഇതെല്ലാം ഒഡീഷ FCയുടെ താരങ്ങൾ തന്നെയാണ്. പോരാത്തതിന് ഒരു കിടിലം പോലത്തെ ഫോർവേഡ് നിരയാണ് അവരുടെ കയ്യിലുള്ളത്, മൗറീഷ്യോ ആൻഡ് റോഹിത് കൃഷ്ണ. സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി, രണ്ടാളും എത്രമാത്രം ഡേഞ്ചർ ആയിരുന്നു എന്ന് നോക്കാനായിട്ട്. പിന്നെ അവരുടെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ, ലൊബേറയുടെ ഒഡീഷ എന്ന് പറയുന്നത് വളരെ മികച്ച ഫോമിൽ തന്നെയാണ് തുടരുന്നത്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട താരം അവരുടെ ഐസക് എന്ന് പറയുന്ന ആ ഒരു യങ് പ്ലെയറെയാണ്. അവരുടെ യങ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്
കഠിനമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നല്ല കിടിലൻ പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാരണങ്ങളൊക്കെ കണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരോടുള്ള ഏറ്റുമുട്ടൽ വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു സാധ്യത കമ്മിയായിട്ടുള്ള ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൻ്റെ പ്രഡിക്ഷനും നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ രണ്ട് ടീമിൻ്റെയും ഒരു പ്രഡിക്ഷൻ 11ലേക്ക് പോകാം. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷിനെ തന്നെ കൊടുക്കുന്നു. ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ്, പ്രീതം കോട്ടാൽ ആൻഡ് ലെസ്കോവിച്ച് മിലോസ്. ലെസ്കോവിച്ചിനും മിലോസിനെ ഇടാനുള്ള കാരണം മറുഭാഗത്തുള്ള റോയ് കൃഷ്ണയും മൗറിഷയും കണ്ടിട്ട് തന്നെ ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്കോണ്ണു, ഐമൻ ആൻഡ് അസർ ഈ രണ്ട് താരങ്ങളും ഇറങ്ങാൻ സാധ്യത കമ്മിയാണ്. കാരണം ജിക്സൺ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിക്സൺ ആൻഡ് ഡാനിഷ് ഫാറൂഖ്, ഐമൻ ഈ 3 താരങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നാലാമതായിട്ടുള്ളത് സക്കായ് ഉണ്ട്, അതുപോലെ തന്നെ അസർ ഉണ്ട്, വിപിൻ ഉണ്ട്. വിപിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് സെക്ഷനിൽ വിപിന് വേണ്ടത്ര ഒരു ഫിസിക്കലായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിപിനെ നമ്മൾ ഇടുന്നില്ല. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും നമ്മുടെ വിദേശ താരമായിട്ടുള്ള സക്കായിയെ കൊണ്ടുവരികയാണ്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഇഷാൻ പണ്ഡിത ആൻഡ് ദിമിത്രിയോസ് ദേമന്തക്കോസ് ഈ 2 പേരുമാണ് എൻ്റെ ഓപ്ഷൻ. ഈ ഫെഡോറിന് നമ്മൾ പറഞ്ഞ പോലെ എന്തോ വൈറസും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് മിക്കവാറും സെക്കൻഡ് ഹാഫിൽ ഇറങ്ങാനാണ് സാധ്യത. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇഷാന് പരിക്കാണ് എന്ന് പറയുന്ന ഒരുപാട് വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇഷാന് അത്ര വലിയ പരിക്കില്ല, കളിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. സോ ഇതേ സമയം രാഹുൽ KPയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്തോ ഒരു കാര്യത്താൽ സസ്പെൻഷൻ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ